കെ സുരേന്ദ്രനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യർ. ഓരോ വാക്കുകളും കെ സുരേന്ദ്രനെ ഉന്നം വെച്ചാണ്, ടാർഗറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ആളുകൾക്ക് മുമ്പിൽ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ ഒരു ദുഷ്ട കഥാപാത്രമായി, ഒരു മോശം വ്യക്തിയായി ചിത്രീകരിക്കുക എന്ന ഉദ്ദേശമാണ് സന്ദീപ് വാര്യറിനുള്ളത്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലല്ലേ ഉള്ളത്. അദ്ദേഹം എന്തിനാണ് ബി നന്നാക്കാൻ ഇങ്ങനെ മെനക്കെടുന്നത്? സന്ദീപ് വാര്യരുടെ ചിലപ്പോഴുള്ള പ്രകടനങ്ങളെല്ലാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അങ്ങനെ സുരേന്ദ്രനെ വ്യക്തിപരമായി ആക്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ശരിയാണ് ഗൗതം പറഞ്ഞത്. അതൊരു ശരിയായ കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. വ്യക്തിപരമായിട്ട് പരസ്പരം ആക്ഷേപം ചൊരിയുന്നതിൽ കാര്യമൊന്നുമില്ല, അത് ശരിയല്ല. രാഷ്ട്രീയം പറയാം നമുക്ക്. ഇപ്പോൾ എന്താ ഇങ്ങനെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് എന്താ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്? സന്ദീപ് വാര്യർ പുതുതായിട്ട് പറഞ്ഞത് ഇപ്പോൾ ഏതാനും മണിക്കൂറേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ബൈറ്റുകളൊക്കെ വരാൻ തുടങ്ങി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. അതായത് അദ്ദേഹം കെ സുരേന്ദ്രൻ തന്നെ വല്ലാതെ ഭയപ്പെടുന്നു എന്നാണ് സന്ദീപ് വാര്യർ അവകാശം. അത് ശരി. അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ആ ട്രെയിനിൽ വി സതീശൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയവരൊക്കെ ഉണ്ട്. ആ ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ മറ്റൊരു വ്യക്തി കൂടി ഉണ്ടെന്ന്. ആ വ്യക്തി എന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ്, ബി സംസ്ഥാന പ്രസിഡന്റ്. അപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് കെ സുരേന്ദ്രൻ വന്നപ്പോൾ ഒരുപാട് അണികളെയും കൂട്ടിയിട്ടാണ് വന്നത്. പൊതുവേ അത്തരം അണികളൊന്നും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ചില യാത്രാ സമയങ്ങളിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ അതിര് കടന്ന് അണികൾ അദ്ദേഹത്തെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നു. അപ്പം ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തന്നെ ഭയപ്പെടുന്നുണ്ട്, താനും അതേ സ്ഥലത്തുണ്ട്, അതുകൊണ്ട് കെ സുരേന്ദ്രൻ ഇത്രയും അണികളെ കൂട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അത് ആ കണ്ടെത്തൽ കുറച്ച് കടന്നുപോയി. സന്ദീപ് വാര്യർ രാഷ്ട്രീയം പറയട്ടെ, നമുക്ക് കേൾക്കാം. സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസ്സിലാണ്, അതുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയണം, ബി രാഷ്ട്രീയത്തെ എതിർക്കണം, ഇതൊക്കെ സ്വാഭാവികമാണ്. സുരേന്ദ്രൻ എന്തു ചെയ്യുന്നു എന്നിങ്ങനെ സുരേന്ദ്രൻ്റെ അറ്റവും മുറിയും നോക്കി നടക്കേണ്ട കാര്യം സന്ദീപ് വാര്യർക്കില്ല. സുരേന്ദ്രൻ രാഷ്ട്രീയം പറഞ്ഞാൽ ആ രാഷ്ട്രീയത്തെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം സന്ദീപ് വാര്യർക്കുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സുരേന്ദ്രനെ സ്വീകരിക്കാൻ കുറേ ബി പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് എങ്ങനെയാണ് സന്ദീപ് വാര്യരെ സുരേന്ദ്രൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണമായി മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കെ സുരേന്ദ്രൻ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഒരു തിരുവനന്തപുരം പോലെ ബി വലിയ സ്വാധീനമുള്ളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ കുറച്ച് അണികളും പ്രവർത്തകരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ സ്റ്റേഷനിലേക്ക് വരുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹത്തെ അവിടെ വന്നവർ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കെ സുരേന്ദ്രൻ മാത്രമല്ല, നേരത്തെ വി മുരളീധരൻ, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, അങ്ങനെയൊക്കെ ഉള്ളവർ, കുമ്മനം രാജശേഖരൻ, അങ്ങനെയൊക്കെ ഉള്ളവർ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ പ്രവർത്തകർ കൂടും. പ്രവർത്തകർ മാത്രമല്ല, അവരെ സ്നേഹിക്കുന്ന ജനങ്ങളും ഉണ്ടാവും. രാഷ്ട്രീയം മറന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ചില ആൾക്കാർ വരെ വരും, നമസ്കാരമൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് അവരോട് സംസാരിക്കും. ഇതിലെന്താണ് ഇത്രയ്ക്ക് ഭയപ്പെടാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ANTUC അതിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിൽ അവിടത്തേക്കാണ് സന്ദീപ് വാര്യർ വരുന്നുണ്ടായത്. അപ്പോൾ ഈ പരിപാടിയൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ, കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എന്തൊരു അപഹാസ്യമാണല്ലേ. കെ സുരേന്ദ്രൻ ഇതിനൊരു മറുപടി പോലും കൊടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ അതിനൊരു മാന്യത കെ സുരേന്ദ്രൻ കാണിക്കും. അതെ, അദ്ദേഹം ഇത് പൂർണ്ണമായിട്ടും അവഗണിച്ച് കളയും. നമുക്ക് കെ സുരേന്ദ്രനോട് വിയോജിക്കാം, പക്ഷെ കെ സുരേന്ദ്രനോട് വെറുക്കേണ്ട കാര്യമില്ല, അല്ലേ? എന്ന് അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിനോട് നമ്മൾ വെറുതെ ഏറ്റുമുട്ടാൻ പോകേണ്ട കാര്യം എന്താണ്? സന്ദീപ് വാര്യർ ആ സത്യം മനസ്സിലാക്കണം. അനാവശ്യമായി വ്യക്തിപരമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുക. നിങ്ങൾ രാഷ്ട്രീയം പറയൂ, അതിലൂടെ കേരളത്തിന് ഗുണമുണ്ടാകട്ടെ. ബി തിരുത്താൻ നിങ്ങൾക്ക് തെറ്റ് ചെയ്താൽ, CPM തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിച്ച് തിരുത്താം. പക്ഷേ അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് നേതാക്കളെ ആക്രമിക്കുന്നത് ശരിയായ കാര്യമല്ല, അതൊരു നല്ല സംസ്കാരമല്ല, ഒരു രാഷ്ട്രീയ നേതാവിനും അത് യോജിച്ചതുമല്ല. ഇത്രയും അണികളെ കൂട്ടി, അതായത് അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ വന്ന ബി പ്രവർത്തകർ, ഇവരെയും കൂട്ടി കെ സുരേന്ദ്രൻ ആ പാലക്കാട് പോയിരുന്നെങ്കിൽ, വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇത്രയും കനത്ത തോൽവിയുടെ ഒരു ആഘാതം ഉണ്ടാവില്ലായിരുന്നു. അപ്പം സന്ദീപ് എന്താ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ബി പരാജയപ്പെട്ടതിൽ, അല്ലെങ്കിൽ ബി കനത്ത പരാജയം ഉണ്ടായതിൽ സന്ദീപിന് വിഷമമുണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും അത് നല്ല കാര്യം. നമുക്ക് സന്ദീപിന് വിഷമിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യാം.
രണ്ടായാലും നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ, ജനങ്ങളെ അത് അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇവിടെ സന്ദീപ് ഒരു കാര്യം മനസ്സിലാക്കണം, കെ സുരേന്ദ്രൻ പാലക്കാട് അവിടെ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചത്. അതിൻ്റെ നേട്ടം അല്ലെങ്കിൽ കോട്ടം ബി ജെ പിക്ക് ഉണ്ടായോ ഇല്ലയോ എന്ന് ബി ജെ പി പരിശോധിച്ചുകൊള്ളും. പക്ഷേ അവിടെ 40,000-ഓളം വോട്ട് കിട്ടി. ബി ജെ പിയുടെ അടിസ്ഥാന വോട്ടിൽ കുറവ് വന്നോ കൂടുതലുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ബി ജെ പി മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു 2ാം സ്ഥാനം നിലനിർത്തി. പക്ഷേ സന്ദീപ് ഒരു കാര്യം മനസ്സിലാക്കണം, സന്ദീപിനെ പോലെ ഒരാൾ പാർട്ടി വിട്ട് പോയതുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും വലിയ ദോഷം അല്ലെങ്കിൽ സുരേന്ദ്രന് അതുകൊണ്ട് എന്തെങ്കിലും കനത്ത തിരിച്ചടി അങ്ങനെ ഒന്നും ഉണ്ടായതായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമുക്കങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ സന്ദീപിനെ പോലൊരു നേതാവ് ബി ജെ പിക്ക് മുതൽക്കൂട്ടായിരുന്നു. ബി ജെ പിയുടെ ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ ഭാഗം പറയാൻ ഏറ്റവും നല്ല മൂർച്ചയേറിയ പദപ്രയോഗങ്ങളിലൂടെ ബി ജെ പിയെ എല്ലാ കാലത്തും പ്രതിരോധിക്കുകയും ബി ജെ പിക്ക് വേണ്ടി വാക്കുകൾ കൊണ്ട് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു സന്ദീപ് വാര്യർ. അത്തരത്തിൽ സന്ദീപ് വാര്യർക്ക് ഒരു മികവുണ്ടായിരുന്നു. അത് ലോകം മുഴുവനും അംഗീകരിക്കുന്ന കാര്യമാണ്, മലയാളികൾ എല്ലാവരും അത് സ്വീകരിച്ച കാര്യമാണ്. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ ബി ജെ പിയെ വിട്ടു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ സ്പേസ് ഒഴിയും. അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് അതുകൊണ്ട് വലിയ ദോഷം എന്തെങ്കിലും വന്നോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സന്ദീപ് ചൂണ്ടിക്കാണിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ബി ജെ പിക്ക് ഉള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ. അതിനൊക്കെ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്ന് വരും കാലങ്ങളിലേ മനസ്സിലാവുള്ളൂ. അത് ബി ജെ പിക്ക് ഉള്ളിൽ അവർ ചർച്ച ചെയ്ത് അതിനകത്തൊക്കെ തീരുമാനവും പരിഹാരവും ഉണ്ടാക്കും. നമുക്കതിനകത്ത് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമുക്കതിനകത്ത് കടന്നു കയറി ഒന്നും ചെയ്യാനില്ല. പക്ഷെ നമുക്ക് സന്ദീപിനോട് പറയാനുള്ളത്, സുരേന്ദ്രനോടും പറയാനുള്ളത്, പരസ്പരമുള്ള ആക്ഷേപങ്ങൾ, ഈ വാക്കുകൾ കൊണ്ടുള്ള ആക്ഷേപങ്ങൾ ദയവായിട്ട് ഒഴിവാക്കൂ. അതിലിപ്പോൾ സന്ദീപിനോടാണ് അത് എടുത്തു പറയേണ്ടത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സുരേന്ദ്രൻ തിരിച്ച് മോശമായിട്ട് അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്കെതിരെ ചൊരിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമാണ് ചേട്ടാ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രീതിയിൽ സമാനമായ രീതിയിൽ സന്ദീപ് വാര്യർ കെ സുരേന്ദ്രനെ ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായി. ഒരു സ്ഥലത്ത് പോലും കെ സുരേന്ദ്രൻ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അദ്ദേഹം വളരെ ഭംഗിപൂർവ്വം ഇതിനെ അവോയ്ഡ് ചെയ്തു. തീർച്ചയായിട്ടും കാര്യം പ്രതികരിച്ചിട്ട് ഒരു സംസ്ഥാന പ്രസിഡന്റ് വളരെ പക്വതയോടെ വേണം ഇടപെടാൻ. അദ്ദേഹം എന്താണ് സന്ദീപ് വാര്യർ പോയപ്പം എന്തായിരുന്നു സുരേന്ദ്രൻ നൽകിയ മറുപടി? ആശംസകൾ നേരുന്നു, നല്ല സീറ്റ്, സന്ദീപ് ആഗ്രഹിച്ചതുപോലെ വലിയ വലിയ സീറ്റുകൾ കോൺഗ്രസിൽ കിട്ടട്ടെ, വേറെ കടന്നാക്രമിക്കാനോ സന്ദീപിന്റെ കുറ്റങ്ങൾ സമൂഹത്തിൽ തുറന്നു പറയാനൊന്നും അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരികയും പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ അതിനെല്ലാം അങ്ങനെ കണ്ടാൽ മതി. സുരേന്ദ്രൻ മാന്യമായിട്ടാണ് പെരുമാറിയത്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വളരെ കോപാകുലനായി മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു പെട്ടെന്നൊരു ആവേശത്തിന്. പിന്നീട് അത് തിരുത്തുകയും ചെയ്തു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു തരത്തിലുള്ളൊരു തെറ്റുമുണ്ട്. അദ്ദേഹം ഒരു നേതാവാണ്, ശരിയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഹൃദയമുണ്ട്, മാനസികമായ വികാരങ്ങളുണ്ട്. കാരണം ഇവിടെ തോൽവി എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ്. ജയമോ തോൽവിയോ ഉണ്ടാകും. പക്ഷേ ബി ജെ പി ഒരു അസ്പർശ്യം എന്ന രീതിയിൽ മാധ്യമങ്ങൾ കാണുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, അവരെ വേണ്ടാത്ത രീതിയിൽ അധിക്ഷേപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഏത് രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ പെരുമാറിയത്? അല്ല, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വേദനയുണ്ടാകും. ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ബി ജെ പി നേതാക്കൾക്ക് നേരെ, സംഘപരിവാർ നേതാക്കൾക്ക് നേരെ പുലർത്തുന്ന മനോഭാവം ഇതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് അവർക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് സുരേന്ദ്രൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ബി ജെ പി വളർന്നത് മാധ്യമങ്ങളുടെ തണലിലല്ല. ബി ജെ പിയുടേതായ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. ഇത്ര ശതമാനം വോട്ടുണ്ട്. ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ബി ജെ പി കരുത്തുള്ളൊരു പാർട്ടി തന്നെയാണ് ഇവിടെ. ഇതൊക്കെ സുരേന്ദ്രൻ പല ആവർത്തി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇപ്പോൾ സന്ദീപ് വാര്യറും കെ സുരേന്ദ്രനും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ ആവശ്യമില്ല. സന്ദീപ് അത് ശ്രദ്ധിക്കണം. സന്ദീപാണ് അവിടെ മൗനം പാലിക്കേണ്ടത്, അല്ലെങ്കിൽ പക്വത കാണിക്കേണ്ടത്. കെ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ആ പക്വത കാണിക്കുന്നു. ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സന്ദീപ് വാര്യർക്ക് ഒരു മറുപടിയും കൊടുക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം അവഗണിക്കുകയാണ്. അദ്ദേഹം ഒരു സംസ്ഥാന പ്രസിഡന്റ് പെരുമാറേണ്ട രീതിയിൽ ഇക്കാര്യത്തിൽ പെരുമാറുന്നുണ്ട്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷേ സന്ദീപ് ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് ആയി മാറണം. സന്ദീപിന് കോൺഗ്രസിനുള്ളിൽ ഇനിയും വളർച്ച ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് സന്ദീപ് കുറെ കൂടെ കോൺഗ്രസിൽ എന്തെങ്കിലും നേട്ടം കിട്ടും, കോൺഗ്രസിൽ എന്തെങ്കിലും സമ്മതി കിട്ടും, കോൺഗ്രസ്സുകാരുടെ കയ്യടി കിട്ടും, അതിനുവേണ്ടി കെ സുരേന്ദ്രനെ 4 ചീത്ത പറയാം എന്ന് കരുതിയാൽ അത് തെറ്റാണ്.
അതല്ല മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം. മറിച്ച് BJPയുടെ രാഷ്ട്രീയത്തെ എതിർക്കൂ, താങ്കൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. BJPയുടെ നയങ്ങളിലെ തെറ്റുകളെ എതിർക്കൂ, താങ്കൾക്ക് അതിനുള്ള കഴിവുണ്ട്, താങ്കൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. BJPയെ ആശയപരമായിട്ട് നേരിടൂ, അതല്ലേ മാന്യത, അതല്ലേ പക്വത, അതല്ലേ രാഷ്ട്രീയ പ്രവർത്തനം. മറിച്ച് ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകുമ്പോൾ സ്വന്തം വിലയാണ് ഇടിയുന്നത് എന്ന് സന്ദീപ് വാര്യർ മനസ്സിലാക്കണം. ഇത് കൂടാതെ ഈ വ്യക്തി അധിക്ഷേപം അതല്ലാതെ മറ്റു ചില സുപ്രധാനപ്പെട്ട കാര്യങ്ങളും സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം CPM-ഉം BJP-യും തമ്മിലൊരു ഡീലിനെ പറ്റിയിട്ടാണ്. അതായത് എവിടെയൊക്കെ BJP-ക്ക് സാധ്യതകളുണ്ടോ അവിടെയൊക്കെ മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് CPM പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം മംഗലാപുരത്തെ ഏരിയ സെക്രട്ടറി BJP-യിലേക്ക് വന്നത്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദാഹരണമായിട്ട് ഈ CPM പ്രവർത്തകർ കായംകുളത്തെ ബിപിൻ വന്നത് അത് രാഷ്ട്രീയമാണ്. സന്ദീപ് വാര്യർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെ, ആ രാഷ്ട്രീയം അതൊരു മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം. അതിൽ ഡീലുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. അല്ല, ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കെന്താ, നമ്മളെന്താ അതിനകത്ത് പറയുക? ഒരു പാർട്ടിയിൽ നിന്ന് ഇപ്പം അങ്ങനെയാണെങ്കിൽ സന്ദീപ് വാര്യർ BJP വിട്ട് അല്ല, മംഗലാപുരത്തെ ഏരിയ സെക്രട്ടറി നേരത്തെ തന്നെ BJP-യുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. ഇവർ തമ്മിൽ നേരത്തെ ഡീലുണ്ടായി, അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അപ്പുറം മാറിയതെന്നും കൂടി സന്ദീപ് പറയുന്നു. ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് ഒരു BJP കോൺഗ്രസ് ഡീലാണെന്ന് CPM-കാർ പറയുന്നതും ശരിയാണെന്ന് അംഗീകരിക്കേണ്ടി വരില്ലേ? അപ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം, ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. സന്ദീപ് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയരുത്. സന്ദീപിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ഇതല്ല. അയാൾ കോൺഗ്രസിലേക്ക് പോയി, അത് അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷേ ജനം പ്രതീക്ഷിക്കുന്ന ഒരു സന്ദീപ് വാര്യറുണ്ട്. ആ സന്ദീപ് വാര്യർ അവരെ നിരാശരാക്കരുത്. എനിക്കതേ അദ്ദേഹത്തിനോട് പറയാനുള്ളൂ. വളരെ പക്വതയോടുകൂടി ആലോചിച്ച് നന്നായിട്ട് വാക്കുകൾ ഉപയോഗിക്കണം. ഇപ്പോൾ തന്നെ ഈ പറഞ്ഞത് ഇതൊരു തിരിച്ചടിയല്ലേ? മംഗലാപുരത്തുള്ള മധു CPM വിട്ടിട്ട് BJP-യിലേക്ക് വരുന്നത് CPM BJP-യിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന, സപ്ലൈ ചെയ്യുന്ന ഒരു ഏജൻസിയായി മാറി എന്ന് പറഞ്ഞാൽ അത് തന്നെ തിരിച്ചു വെച്ചൂടെ CPM-കാർക്ക്? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് കോൺഗ്രസിലേക്ക് ആളെ സപ്ലൈ ചെയ്യുന്ന, ആളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായിട്ട് BJP മാറി എന്ന് CPM-കാർ പറഞ്ഞാൽ അതും അംഗീകരിക്കേണ്ടി വരില്ലേ? അപ്പോൾ സന്ദീപ് ഈ കാര്യം താൻ ഉപയോഗിക്കുന്ന വാക്കുകളും വാചകങ്ങളും എങ്ങനെ ബൂമറാങ്ങായിട്ട് തിരിച്ചു വരും എന്നും കൂടി ആലോചിച്ച് പറയണം. മാത്രമല്ല വേറൊരു കാര്യം കൂടി, അതിലും രാഷ്ട്രീയമുണ്ട്. അതായത് കേന്ദ്ര സർക്കാർ BJP കേരളത്തെ അവഗണിക്കുകയാണ്. എയിംസ് കേരളത്തിന് നൽകുന്നില്ല. കഴിഞ്ഞ ദിവസം കൂടി പാർലമെന്റിൽ എയിംസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്ന് BJP നേതാവ് പറഞ്ഞു എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നു. അതുപോലെ തന്നെ വയനാട് ഇഷ്യൂവിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു. അതായത് വെറും 3 വാർഡുകളല്ലേ പോയത് എന്ന് മുരളീധരൻ്റെ വാക്കുകളെ പരാമർശിച്ചുകൊണ്ടാണ്, അതിനെ ആക്ഷേപിച്ച മുരളീധരൻ്റെ വാക്കുകളെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ രാഷ്ട്രീയമാണ്. സന്ദീപിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ചോദ്യം ചെയ്യാം. കൂടുതൽ എന്താ പറയുക, കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ, എയിംസ് നേടിയെടുക്കുന്നതിലൊക്കെ സമ്മർദ്ദം ചെലുത്താം. അതിനകത്തൊക്കെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷിയുടെ മിടുക്ക് സന്ദീപ് വാര്യരിലൂടെയും പുറത്തു വരേണ്ടതാണ്. അത് അദ്ദേഹം ചെയ്തോട്ടെ. നമുക്കതിനകത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കാം, അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കാം. അദ്ദേഹം അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിൽ പോയതിൽ വല്ലാത്ത രീതിയിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ BJP-കാരനായിരുന്നപ്പോൾ ജനങ്ങൾ കണ്ടിരുന്നത് ഭയപ്പാടയോടെയാണ്, അല്ലെങ്കിൽ വെറുപ്പോടെയാണ്. ഇപ്പം എന്നെ ജനങ്ങൾ കാണുന്നത് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തിപരമായ അധിക്ഷേപമാകരുത്. BJP-യിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ ഭയത്തോടെ കണ്ടിരുന്നു, കോൺഗ്രസിലേക്ക് വന്നപ്പോൾ സ്നേഹത്തോടെ കാണുന്നു. ഇതൊക്കെ പറയുന്നത് ഇതിനൊക്കെയുള്ള സാങ്കത്യം, ഇതിനകത്തുള്ള സാങ്കത്യം എത്രയാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. ഒരു പാർട്ടി നിൽക്കുമ്പോൾ മറ്റു പാർട്ടികളെ എന്താ പറയുക, കുറ്റപ്പെടുത്തുക, അവരെ ആക്ഷേപിക്കുക, അവരെ വാക്കുകൾ കൊണ്ട് തേജോവധം ചെയ്യുക, ഇതൊക്കെ ചെയ്യാറുണ്ട്. തിരിച്ച് ഈ പാർട്ടിയിൽ നിന്ന് അപ്പുറത്ത് പോയപ്പം ഈ പാർട്ടി മോശം, ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെയൊക്കെ അതിന് കാണേണ്ടതുള്ളൂ. അതിനത്ര പ്രാധാന്യമേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്ത് ദയവായിട്ട് നേതാക്കൾ പരസ്പരം വ്യക്തിവിരോധം തീർക്കുന്ന തരത്തിൽ ആക്ഷേപങ്ങൾ ചൊരിയുകയോ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയോ ചെയ്യരുത്. അത് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല. മറിച്ച് നിങ്ങൾ രാഷ്ട്രീയം പറയൂ. നിങ്ങളുടെ രാഷ്ട്രീയം കേൾക്കാൻ കേരളത്തിൽ ആളുണ്ട്. അവരത് കേൾക്കും. അവർ തിരുത്തേണ്ടവരെ ജനങ്ങൾ തിരുത്തും. അതാണ് രാഷ്ട്രീയം, അതാണ് ജനാധിപത്യം. എന്തായാലും കോൺഗ്രസിലെ സ്നേഹക്കടയിൽ വലിയ കയ്യടികളാണ് സന്ദീപ് വാര്യറിന് ലഭിക്കുന്നത്. ഇനിയും കിട്ടട്ടെ.